അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പിച്ച് ഓഫ് എ റിവറ്റഡ് ജോയിന്റ് ഈസ് ഈക്വൽ ടു, പിച്ച് ഓഫ് എ റിവറ്റഡ് ജോയിന്റ് ഈസ് ഇതാണോ? ഇതാണ് പിച്ച്. രണ്ട് റിവറ്റിൻ്റെ സെൻട്രൽ പോയിന്റുകൾ തമ്മിലുള്ള ഈ ഒരു അകലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, ഒന്നുകൊണ്ട് ഇപ്പോൾ എഴുതി വെച്ചോ. രണ്ട് റിവറ്റുകൾ, ഇതേപോലുള്ള റിവറ്റഡ് ജോയിന്റിലെ അടുത്തടുത്ത രണ്ട് റിവറ്റുകൾ തമ്മിലുള്ള ആ ഒരു അകലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച്. പിച്ച് ഓഫ് എ റിവറ്റഡ് ജോയിന്റ് ഈസ് ഈക്വൽ ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിച്ച് നമ്മൾ എടുക്കുക എപ്പോഴും 3 ഇൻറ്റു ഡയമീറ്റർ ഓഫ് റിവറ്റ് ആണ്. 3 ഇൻറ്റു ഡി എന്ന് പറയാം, 3D. പിച്ച് ഓഫ് എ റിവറ്റഡ് ജോയിന്റ് ഇസ് ഈക്വൽ ടു 3D എന്ന് പറയും. പിച്ച് ഓഫ് എ റിവറ്റഡ് ജോയിന്റ് ഇസ് ഈക്വൽ ടു 3D എന്ന് പറയും. പിച്ച് ഓഫ് എ റിവറ്റഡ് ജോയിന്റ് ഇസ് ഈക്വൽ ടു 3D എന്ന് പറയും. അപ്പോൾ ഒരു റിവറ്റഡ് ജോയിന്റിലെ രണ്ട് റിവറ്റുകൾ തമ്മിലുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 3D ആണ്. 3 ഇൻറ്റു ഡയമീറ്റർ ഓഫ് റിവറ്റ്, 3 ഇൻറ്റു ഡയമീറ്റർ ഓഫ് റിവറ്റ് ആണെന്ത്? പിച്ച് ഓഫ് എ റിവറ്റഡ് ജോയിന്റ്. അതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ? അതേപോലെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എഡ്ജിൽ നിന്നും, ഈ പ്ലേറ്റിന്റെ എഡ്ജിൽ നിന്നും ആദ്യത്തെ റിവറ്റിന്റെ സെന്ററിലോട്ടുള്ള അകലം 2D ആണ്. പ്ലേറ്റിന്റെ എഡ്ജിൽ നിന്നും ആദ്യത്തെ റിവറ്റിന്റെ സെന്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2D ആണ്. രണ്ട് റിവറ്റുകൾ തമ്മിലുള്ള അകലം, ദാറ്റ് ഈസ് പിച്ച് ഓഫ് എ റിവറ്റഡ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D ആണെന്ന് പഠിച്ചു വയ്ക്കുക. മിനിമം ഡയമീറ്റർ ഓഫ് എ റിവറ്റ് ഇസ് ഈക്വൽ ടു തിക്നെസ് ഓഫ് പ്ലേറ്റ്, മാക്സിമം ഡയമീറ്റർ ഓഫ് എ റിവറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു തിക്നെസ് ഓഫ് പ്ലേറ്റ് എന്നുള്ള ആ ഒരു പ്രപ്പോർഷനും പഠിച്ചു വയ്ക്കുന്നത്.